നാൽപ്പതുകാരിയുടെ പ്രണയം ഭാഗം 82. പിറ്റേ ദിവസം ആമി മീനുവിനെ കാണാൻ വീട്ടിലെത്തി. അല്ല, ഇതാര്? ആമി മോളോ? നീ ഇപ്പൊ വന്നു? ആമിയെ കണ്ടയുടൻ മീനുവിൻ്റെ അമ്മ ചോദിച്ചു. ആ, ഞാൻ വന്നിട്ട് ദിവസമായി. മോളെന്താ ഇന്ന് ഹോസ്പിറ്റലിൽ പോയില്ലേ? അവക്ക് തലവേദനയാ മോളെ. തലവേദനയോ? ഡോക്ടർക്കോ? അതെന്താ, ഡോക്ടർ മനുഷ്യന്മാരല്ലേ, തലവേദന ഉണ്ടാവില്ലേ? ആമയുടെ ആ ചോദ്യത്തിന് മീനുവിൻ്റെ അമ്മയുടെ മറുചോദ്യം അതായിരുന്നു. എന്തായാലും ഞാൻ അവളെ ഒന്ന് കാണട്ടെ. ഞാൻ നമുക്ക് കുടിക്കാനെടുക്കാം. ഇതും പറഞ്ഞ് മീനുവിൻ്റെ അമ്മ അടുക്കളയിലേക്ക്. ആമി മീനുവിനെ കാണാൻ മുകളിലെത്തി. ഹാളിൽ മീനു ചിന്താഭിഷ്ടയായി ഇരിക്കുകയായിരുന്നു. ഹലോ ഡോക്ടർ, ഡോക്ടർക്ക് തലവേദനയാണെന്ന് കേട്ടല്ലോ. ആമി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ആമിയുടെ ശബ്ദം കേട്ടാണ് അവൾ ചിന്തയിൽ നിന്നുണർന്നത്. അവൾ ആമിയെ ഒന്ന് നോക്കി, ഒന്നും പറഞ്ഞില്ല. എന്തു പറ്റി ഡോക്ടർ? ഡോക്ടർക്ക് തലവേദനയാണോ? ആമി വീണ്ടും ചോദിച്ചു. അതെ, എൻ്റെ ഒരു ഫ്രണ്ട് വന്നായിരുന്നു, ഫ്ലൈറ്റും പിടിച്ച് എനിക്ക് തലവേദന തരാൻ വേണ്ടിയിട്ട്. അവൾ തന്നിട്ട് പോയതാ. എന്തെങ്കിലും പറയാനുണ്ടോ? മീനു അല്പം ദേഷ്യത്തിലാണെന്ന് അമ്മയ്ക്ക് മനസ്സിലായി. ഓ, അപ്പോൾ ഫ്രണ്ട് കൊണ്ടുവന്ന തലവേദന തന്നെയാണ് അല്ലേ? ആമി ചോദിച്ചു. ശരി, തലവേദന തന്നത് ഫ്രണ്ടാണെങ്കിൽ തലവേദന മാറ്റാനുള്ള മരുന്നും ഫ്രണ്ടിനറിയാം, ആമി പറഞ്ഞു. സംശയത്തോടു കൂടി മീനു ആമിയെ ഒന്ന് നോക്കി. മാറ്റാനുള്ള മരുന്നോ? അതെ. എന്തു മരുന്ന്? അങ്ങനെയും ചില മരുന്നുകളൊക്കെ എൻ്റെ കയ്യിലുണ്ട്. ഡോക്ടർമാർക്ക് മാത്രമല്ലല്ലോ മരുന്ന് കൊടുക്കാൻ പറ്റുക, ഞങ്ങളെപ്പോലുള്ള സാധാരണക്കാർക്കും മരുന്നൊക്കെ കൊടുക്കാൻ പറ്റും. അവൾ അപ്പോഴേക്കും തൻ്റെ ഫോൺ കയ്യിലെടുത്ത് ഒരു വോയിസ് പ്ലേ ചെയ്തു. അവൾ റെക്കോർഡ് ചെയ്ത ജെയുടെ വോയിസ് ആയിരുന്നു അത്. മീനുവിനെക്കുറിച്ച് മാത്രം പറയുന്ന കാര്യങ്ങൾ മാത്രമാണ് അവൾ മീനുവിനെ കേൾപ്പിച്ചത്. എൻ്റെ ഭാര്യ സുന്ദരിയ, അതുകൊണ്ട് തന്നെ മറ്റൊരു പെണ്ണിൻ്റെ സൗന്ദര്യം തേടിപ്പോവേണ്ട ഗതികേട് എനിക്കില്ല. ഇതായിരുന്നു ആ വോയിസിൽ ജയ് പറഞ്ഞത്. വോയിസ് കേട്ടയുടൻ മീനു സംശയത്തോടു കൂടി ആമിയോട് ചോദിച്ചു. ഇത് ജയുടെ വോയിസ് അല്ലേ? അതെ, നിന്റെ ഭർത്താവിൻ്റെ വോയിസ് തന്നെയാണ്. ഞാൻ ഒന്നുകൂടി കേൾപ്പിക്കാം. ആ വോയിസ് അവൾ ഒന്നുകൂടി പ്ലേ ചെയ്തു. മീനുവിൻ്റെ കണ്ണുകൾ വിടർന്നു, മുഖത്ത് സന്തോഷത്തിൻ്റെ പൂത്തിരികൾ. തലവേദന മാറിയെന്ന് കണ്ടാ മനസ്സിലാവും. മാറിയല്ലേ ഡോക്ടറെ? മീനുവിൻ്റെ സന്തോഷത്തുള്ള മുഖം കണ്ട് ആമി ചോദിച്ചു. ആ മുഖത്തുള്ള ആ വിടർച്ച കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി തലവേദന മാറിയെന്ന്. മീനുവിനെ കുറിച്ചാണ് അത് ജയ് പറഞ്ഞതെന്ന് അവൾക്ക് മനസ്സിലായി. സന്തോഷം കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന മീനുവിൻ്റെ മുഖത്തേക്ക് കൈവച്ച് അമ്മ ചോദിച്ചു. മാറിയില്ലേ ഡോക്ടർ തലവേദന? ഒന്ന് പോടി, അവൾ ചിരിച്ചു. എൻ്റെ ആദ്യ ടെസ്റ്റിൽ നിന്റെ ഭർത്താവ് വിജയിച്ചു. അതൊന്ന് പറയാൻ വേണ്ടിയാ ഞാൻ ഹോസ്പിറ്റലിൽ പോയത്. അപ്പോൾ അവിടെ ഡോക്ടറില്ല. ഇവിടെ വന്നപ്പോൾ ഡോക്ടർക്ക് തലവേദന. എന്താ ചെയ്യുക? ഇപ്പോൾ മരുന്ന് ഓക്കെ ആയില്ലേ? എടീ, ഈ വോയിസ് നീ എനിക്കൊന്ന് ഷെയർ ചെയ്യാവോ? അത് ഞാൻ ഷെയർ ചെയ്തേക്കാം. അവൻ എന്നെക്കുറിച്ച് അങ്ങനെയൊക്കെ പറഞ്ഞല്ലേ? അവൾ സന്തോഷം കൊണ്ട് വീണ്ടും ചോദിച്ചു. ഇതുകൊണ്ട് മാത്രം നിന്റെ ഭർത്താവിനെ വിശ്വസിക്കാം എന്ന് ഞാൻ പറയില്ല. ഇത് എൻ്റെ ടെസ്റ്റിൻ്റെ ആദ്യ പടിയാണ്. അതിലവൻ വിജയിച്ചു, അത്രേ ഉള്ളൂ. അല്ലാതെ ഞാൻ അവനെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഞാൻ അവൻ്റെ പുറകെ തന്നെ കാണും. എടി, എന്തിനാടി ഇങ്ങനെയൊക്കെ അവൻ പറഞ്ഞില്ലേ? എടി, നിന്നെപ്പോലെ ഞാനൊരു മണ്ടിയല്ല. ഒരു തവണ ഒരാളെ കണ്ടതിൻ്റെ പേരിൽ അയാളെ വിശ്വസിക്കാൻ. ഇവിടെ വർഷങ്ങളോളം ജീവിച്ചിട്ട് പോലും ഒരാളെ മനസ്സിലാവുന്നില്ല. അപ്പോഴാ
ഒരൊറ്റ തവണയുടെ പേരിൽ ഒരുത്തനെ വിശ്വസിക്കുന്നത്. ഞാൻ എന്തായാലും ആ മണ്ടി ആവില്ല. ഞാൻ അവൻ്റെ പുറകെ തന്നെ കാണും. എനിക്ക് കൃത്യമായി ബോധ്യപ്പെടണം അവൻ്റെ സ്വഭാവം എങ്ങനെയാണെന്ന്. എങ്കിൽ മാത്രമേ ഞാൻ നിങ്ങളുടെ ബന്ധത്തിന് സപ്പോർട്ട് ചെയ്യുള്ളൂ. പറഞ്ഞില്ലെന്ന് വേണ്ട. അതുകൊണ്ട് നീ ഒരു അല്പം സന്തോഷിച്ചോ. മീനുവിനോട് ആമി പറഞ്ഞു. മുഖം വാടേണ്ട, ആ ഉള്ള സന്തോഷം കളയണ്ട. ആമി വീണ്ടും പറഞ്ഞു. നീ വാ, ഞാൻ കുടിക്കാനെടുക്കാം. അത് അമ്മ എടുക്കാൻ പോയിട്ടുണ്ട്. നിന്റെ സൽക്കാരം വേണ്ട. ഞാൻ ഇറങ്ങണം. നിന്നെ ഒന്ന് കാണാൻ വേണ്ടി മാത്രം വന്നതാ. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഇനി അവൻ്റെ പുറകെ പോകാൻ തന്നെയാണോ? അത് നീ അറിയണ്ട. ഞാൻ പോകുന്നത് എന്ത് ചെയ്യാണെന്ന് എനിക്കറിയാം. നിന്നെ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യം എനിക്കില്ല. എടീ ദേ, മിണ്ടരുത്. ഇക്കാര്യത്തിൽ നമ്മളൊരു സംസാരമില്ല. ഓക്കെ? മീനു പിന്നീട് ഒന്നും മിണ്ടിയില്ല. ഓക്കെ, സമ്മതിച്ചു. എന്തായാലും അവൻ ഇങ്ങനെ പറഞ്ഞില്ലേ, എനിക്കത് മതി. എനിക്ക് ആശ്വാസമായി. ഇനി നീ എന്ത് വേണമെങ്കിൽ ചെയ്യും, എനിക്ക് പ്രശ്നമില്ല. പുല്ല് വിലയുള്ളൂ എനിക്ക്. എന്തായാലും നീ ഇറങ്ങല്ലേ, ഞാൻ വരാം. എവിടേക്ക്? ഹോസ്പിറ്റലിൽ പോകുന്നോ? ഇല്ല, ഇന്നെനിക്കൊരു മൂഡില്ല. ഇനി ഹോസ്പിറ്റലൊന്നും പോകുന്നില്ല. പിന്നെ എനിക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങണം. ഞാനൊരു കാര്യം പ്ലാൻ ചെയ്തിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഇടയ്ക്കൊക്കെ നീ കയറി വന്നത്. അതുകൊണ്ട് ഞാൻ ആ പ്ലാൻ വേണ്ടെന്ന് വെച്ചിട്ടിരിക്കുകയായിരുന്നു. ഇനിയിപ്പോൾ ആ പ്ലാൻ തന്നെ വർക്കൗട്ടാക്കാം. പ്ലാനോ? എന്ത് പ്ലാൻ? അതെ, എന്നെൻ്റെ ഭർത്താവ് വീട്ടിൽ വരുന്ന ദിവസമാണ്. ഓ, അതിന് ഇന്ന് അവന് ഞാനൊരു സർപ്രൈസ് കൊടുക്കാൻ തീരുമാനിച്ചു. സർപ്രൈസോ? അതെന്താ? അതൊക്കെ ഇപ്പം നിന്നോട് പറഞ്ഞാൽ ശരിയാവില്ല. അതെ, ഞാൻ കൊടുക്കുമ്പോൾ കണ്ടാൽ മതി. ഓ, ഒരു കാര്യമേ എനിക്ക് പറയാനുള്ളൂ. അതെന്താ? അവനുമായി ഒരു ഭാര്യ ഭർത്തൃ ബന്ധം മാത്രം നീ തുടങ്ങരുത്. അതുവരെ നീ എന്ത് വേണേലും ചെയ്തോ, കുഴപ്പമില്ല. ഞാൻ പറയുന്നത് വരെ നിങ്ങൾക്കിടയിൽ ഇപ്പോഴെങ്ങനെയാണോ നിങ്ങൾ ജീവിക്കുന്നത് അതുപോലെ പോകണം. അല്ലാതെ പെട്ടെന്ന് കയറി അവനെ ഇഷ്ടമാണെന്ന് പറയാനോ അവൻ്റെ കൂടെ ജീവിക്കാനോ നീ ആഗ്രഹിക്കരുത്. മനസ്സിലായോ നിനക്ക്? മീനുവിൻ്റെ മുഖത്തെ സന്തോഷത്തെ തല്ലിക്കിടത്തിക്കൊണ്ട് വീണ്ടും ആമിയുടെ വാക്കുകൾ. മനസ്സിലായോന്ന്? എന്താ ആമി നീ ഇങ്ങനെ? നിന്നൊന്ന് സന്തോഷിക്കാൻ നീ ഒന്ന് അനുവദിക്കുക. നിന്നെ ജീവിതകാലം മുഴുവൻ സന്തോഷത്തോടെ കാണണമെന്നാണ് എനിക്കാഗ്രഹം. അതുകൊണ്ടാണ് ചില സങ്കടങ്ങൾ നീ സഹിക്കേണ്ടി വരുന്നത്. മനസ്സിലായോ? ഒന്നും മനസ്സിലായില്ല. അവൾ പിറുപിറുത്തു. നീ സർപ്രൈസൊക്കെ കൊടുത്തോ, അത് കുഴപ്പമില്ല. പക്ഷെ അവനെ ഇഷ്ടമാണെന്നോ മറ്റോ പറഞ്ഞ് അവൻ്റെ കൂടെ ജീവിക്കാനുള്ള തീരുമാനമൊന്നും എടുക്കാൻ സമയമായിട്ടില്ല. അത്രയേ ഉള്ളൂ. മനസ്സിലായോ? അതിനവൾ ഒന്നും മിണ്ടിയില്ല. ശരി, ഞാൻ ഇറങ്ങാണ്. നീ വരുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് ഇറങ്ങാം. വേണ്ട, നീ തന്നെ പോ, ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാം. മീനുവിൻ്റെ ദേഷ്യം കയർന്നുള്ള വാക്കുകൾ ആമിക്ക് ചിരി വന്നു. എന്നാൽ ശരി, അമ്മ ഉണ്ടാക്കിയ ജ്യൂസും കുടിച്ച് ഞാൻ ഇറങ്ങിക്കോളാം. പോട്ടെ. ഇതും പറഞ്ഞ് ആമി അവിടെ നിന്നിറങ്ങി. ഇവൾക്ക് അസൂയ തന്നെയാണ്. ദീപിച്ച് പറഞ്ഞത് ശരിയാണ്. ശരിക്കും അസൂയ തന്നെയാണ് അവൾക്ക്. അവൾ മനസ്സിൽ പറഞ്ഞു. ജയ്ക്ക് വേണ്ടി ഇന്ന് തനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഇന്ന് ജയ്യെ ശരിക്കും ഞെട്ടിക്കണം. ഇതായിരുന്നു മീനുവിൻ്റെ മനസ്സിൽ. അവൾ തനിക്ക് വേണ്ട സാധനങ്ങളെല്ലാം വാങ്ങി ഉച്ചയാകുമ്പോഴേക്കും വീട്ടിൽ തിരിച്ചെത്തി. നീ ഹോസ്പിറ്റലിൽ പോയതല്ലായിരുന്നോ? ഇതെന്താ നിൻ്റെ കയ്യിൽ സാധനങ്ങൾ? മീനുവിനെ കണ്ടയുടൻ അമ്മ ചോദിച്ചു. ഞാൻ ഹോസ്പിറ്റലൊന്നും പോയില്ല. ഇനി അങ്ങോട്ട് പോകാനൊരു മൂഡില്ല. ഇന്ന് ഞാൻ പാചകം ചെയ്യാമെന്ന് വിചാരിച്ചു. അതിനു വേണ്ടി വാങ്ങിയതാ. എന്ത്? അമ്മയൊന്ന് ഞെട്ടി. ഞാൻ പാചകം ചെയ്യാമെന്ന് വിചാരിച്ചു. നീ പാചകം ചെയ്യാനോ? അതെ. അതിനെന്താ ഇങ്ങനെ ഞെട്ടുന്നേ? ഞാനെന്താ ഇതിനു മുമ്പ് പാചകമൊന്നും ചെയ്തിട്ടില്ലേ? മീനു അമ്മയോട് ചോദിച്ചു. ഇല്ല. അതിന് മറുപടി പറഞ്ഞത് ദീപയായിരുന്നു. നീ പാചകം ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല.
എൻ്റെ ഓർമ്മകളിൽ അങ്ങനെയൊരു സംഭവമില്ല. അല്ലേ അമ്മ? ദീപ അമ്മയോട് ചോദിച്ചു. ആ, അതൊരു വലിയ സത്യമാണ്. മുമ്പൊക്കെ ചെയ്യായിരുന്നു. ഡിവോഴ്സ് ആയതിനു ശേഷം തീരെ ചെയ്യാതിരുന്നത്. ആണോ? അതിനവൾ മറുപടിയൊന്നും പറഞ്ഞില്ല. ഇന്ന് ഞാനാണ് പാചകം, മനസ്സിലായോ? അതിന് ഉച്ചഭക്ഷണം റെഡിയായി, ഞങ്ങൾ കഴിക്കാനിരിക്കുക. പിന്നെ ഇപ്പം നീ കൊണ്ടുവന്നിട്ട് എപ്പോൾ ചെയ്യാനാ? ഇത് ഉച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ളതല്ല, രാത്രിക്ക് വേണ്ടിയിട്ടുള്ളതാ. ഓ, അങ്ങനെ. അല്ല, നിന്റെ കയ്യിൽ ഒരുപാടുണ്ടല്ലോ. ഇതെന്തൊക്കെയാ നീ വാങ്ങിയത്? പുതുതായിട്ട് പാചകം ചെയ്യുമ്പോൾ എല്ലാം കൂടി വാങ്ങണ്ടേ അമ്മേ, അല്ലേ മോളെ? ദീപ കളിയാക്കി. ദീപേജി, വെറുതെ എന്നെ കളിയാക്കല്ലേ. അല്ല, പിന്നെ നീ എന്താ ഇത്രയൊക്കെ വാങ്ങിയിരിക്കുന്നത്? ഞാനെല്ലാം ഫ്രഷായി ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചു, അത്രേ ഉള്ളൂ. ഓ, ഞങ്ങളെന്താ ഇവിടെ ഫ്രഷ് ഇല്ലാത്ത സാധനങ്ങളാണോ ഉപയോഗിക്കുന്നത്? ഓ, ഒന്ന് മിണ്ടാതിരിക്കും ദീപേജി. ഞാൻ പാചകം ചെയ്യാൻ പോവാം, അത്രേ ഉള്ളൂ. അല്ല, പെട്ടെന്ന് നിനക്ക് പാചകം ചെയ്യാൻ തോന്നാൻ മാത്രം എന്താ ഇവിടെ സംഭവിച്ചേ? എന്താ അമ്മ സംഭവിച്ചേ? ദീപ മനസ്സിലാവാതെ ചോദിച്ചു. ഞാനും ഇത് ആലോചിക്കുന്നത്, എന്താ ഇവിടെ സംഭവിച്ചേ? ആമി വന്നിട്ട് നിന്നോട് പാചകം ചെയ്യാനാണോ പറഞ്ഞേ? അമ്മ ചിരിച്ചുകൊണ്ട് ചോദിച്ചു. ഞാൻ എൻ്റെ ഭർത്താവിന് വേണ്ടി ഫുഡ് ഉണ്ടാക്കാൻ തീരുമാനിച്ചു, പോരെ? മീനു അല്പം ഗൗരവത്തിൽ തന്നെ പറഞ്ഞു. എന്താ? കേട്ടില്ല, ഒന്നുകൂടി പറഞ്ഞേ. അമ്മ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അമ്മ തന്നെ കളിയാക്കുകയാണെന്ന് മീനുവിന് മനസ്സിലായി. ഞാൻ എൻ്റെ ഭർത്താവിന് വേണ്ടി ഫുഡ് ഉണ്ടാക്കാൻ തീരുമാനിച്ചു, മനസ്സിലായോ? അവൾ വീണ്ടും പറഞ്ഞു. ഓ, അങ്ങനെ, ഇപ്പം മനസ്സിലായി. അതായത് നീ എന്നെ കാണിക്കാൻ വേണ്ടി നല്ല ഭാര്യ ചമയാം എന്ന് തീരുമാനിച്ചു, അതല്ലേ ശരി? അമ്മ മീനുവിനെ നോക്കി പറഞ്ഞു. ഈ അമ്മമാരുടെ ഒരു പ്രശ്നം ഇത്, ഒരു കാര്യം പോലും മറക്കൂല. ഒരു തവണ ഒരു തെറ്റ് ചെയ്താൽ മതി, ജീവിതകാലം മുഴുവൻ ആ തെറ്റിൻ്റെ പേരിൽ കുറ്റപ്പെടുത്തും. ഈ അമ്മമാരൊക്കെ എങ്ങനെ? മീനു മനസ്സിൽ പറഞ്ഞു. നീ എന്താ മനസ്സിൽ പറയുന്നേ? മീനുവിൻ്റെ മുഖം വായിച്ചുകൊണ്ട് അമ്മ ചോദിച്ചു. അമ്മയെ കാണിക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല, എൻ്റെ ഇഷ്ടത്തോടെ തന്നെയാണ് ചെയ്യുന്നത്, അവൾ വീണ്ടും പറഞ്ഞു. ഇത്രയും നാളില്ലാത്തൊരിഷ്ടം പെട്ടെന്ന് എവിടെ നിന്നുണ്ടായി? അതിനവൾ മറുപടിയൊന്നും പറഞ്ഞില്ല. ആ, എന്നെ കാണിക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും എൻ്റെ മകള് ഇങ്ങനെയൊക്കെ ചെയ്യാൻ തീരുമാനിച്ചല്ലോ, അതിലെനിക്ക് സന്തോഷം. ചെന്നിട്ട് നല്ല രീതിയിൽ ഭർത്താവിന് വേണ്ട ഇഷ്ടവിഭവങ്ങൾ ഉണ്ടാക്കി കൊടുക്ക്. പാവം ഒന്ന് സന്തോഷിക്കട്ടെ, നിന്നെ കൊണ്ട് വേറൊന്നും പറ്റില്ലല്ലോ. അമ്മ വീണ്ടും കളിയാക്കൽ തുടർന്നു. എന്താ അമ്മ ഇത്, ഇങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോ? അവൾ കാര്യമായിട്ടൊരു കാര്യം പറയുമ്പോൾ അവൾക്ക് എന്താ അങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോ? അവളുടെ ഭർത്താവിന് വേണ്ടി ഫുഡ് ഉണ്ടാക്കുന്നതിന് ഇങ്ങനെയൊക്കെ പറയാൻ പാടില്ല കേട്ടോ. മീനുവിന് സപ്പോർട്ടുമായി ദീപ എത്തി. നീ ചെന്ന് ഉണ്ടാക്കടി, നല്ല രുചിയുള്ള ഭക്ഷണമാണെങ്കിൽ ഞാനും കഴിക്കും. അല്ലെങ്കിൽ? അമ്മ പെട്ടെന്നായിരുന്നു അങ്ങനെ ചോദിച്ചത്. അല്ലെങ്കിൽ അല്ല, ഇവളിപ്പോൾ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഉണ്ടാക്കുന്നതല്ലേ, മിക്കവാറും അതിന് രുചി ഉണ്ടാവില്ല. അപ്പം പിന്നെ നീ എന്ത് ചെയ്യും? ദീപയോടായി അമ്മ ചോദിച്ചു. അല്ലെങ്കിൽ നമുക്ക് ഫുഡ് ഓർഡർ ചെയ്യാം, കുഴപ്പമില്ല, നീ ഉണ്ടാക്കുക എന്തായാലും. പിന്നെ ഭർത്താവായ സ്ഥിതിക്ക് അവൻ എന്തായാലും നീ ഉണ്ടാക്കുന്ന കഴിക്കും, അല്ലേ അമ്മ? നിന്റെ അർജുൻ കഴിക്കോ വായിക്കൊള്ളാതെ വല്ലതും ഉണ്ടാക്കി കൊടുത്താൽ? ദീപയുടെ ആ ചോദ്യത്തിന് അമ്മ തിരിച്ചു ചോദിച്ചു. അല്ല, വായിക്കൊള്ളാതെ ഉണ്ടാക്കി കൊടുത്താൽ കഴിക്കില്ല. എന്തായാലും നീ പരീക്ഷിക്ക്, നോക്കട്ടെ. അല്ലെങ്കിൽ നമുക്ക് വല്ലതും ഓർഡർ ചെയ്യാം. അങ്ങനെ തമാശയാക്കണ്ട, അങ്ങനെ കളിയാക്കാനും നിൽക്കണ്ട. എനിക്ക് നന്നായിട്ട് ഫുഡ് ഉണ്ടാക്കാൻ അറിയാം, ഞാൻ ഉണ്ടാക്കുകയും ചെയ്യും. പിന്നെ എൻ്റെ ഭർത്താവ് ഞാൻ ഉണ്ടാക്കുന്നത് കഴിക്കുകയും ചെയ്യും. പിന്നെ അടുക്കളയിലേക്ക് ഒരാൾ പോലും വന്നേക്കരുത്, പറഞ്ഞില്ലെന്ന് വേണ്ട. ഇന്ന് മുഴുവൻ ഞാനാണ് അടുക്കളയിൽ, പറഞ്ഞില്ല. ഇതും പറഞ്ഞ് അവൾ അടുക്കളയിലേക്ക് ചെന്നു. അടുക്കളയിലുള്ള ജാനുച്ചിയെ കണ്ടയുടൻ അവൾ പറഞ്ഞു. ജാനുച്ചി, ഇപ്പം മുതൽ ജാനുച്ചിക്ക് ലീവാണ്, ജാനുച്ചി വീട്ടിൽ പോയിക്കോ. അതെന്താ മോളെ? ഇന്ന് ഞാനാ ഫുഡ് ഉണ്ടാക്കുന്നത്. മോളോ? അതെന്താ അങ്ങനെ ഒരു ചോദ്യം? അയ്യോ,
മോളെ ഞാൻ അടുക്കളയിലൊന്നും കണ്ടിട്ടില്ല, അതുകൊണ്ട് ചോദിച്ചതാ. ആ, ഇന്ന് ഞാനാ ഉണ്ടാക്കുന്നത്, എനിക്ക് ഉണ്ടാക്കാനൊക്കെ അറിയാം, അവൾ വീണ്ടും കുസൃതിയോടെ പറഞ്ഞു. "ആ, എന്നാ ശരി മോളെ, ഞാൻ പൊയ്ക്കോളാം." ആ, പൊയ്ക്കോളൂ. ഈ ഭാഗത്തേക്ക് ഒരാൾ പോലും വരണ്ട, എല്ലാം ഞാൻ തന്നെ ഉണ്ടാക്കിക്കോളാം. മീനുവിൻ്റെ ആ സംസാരം അമ്മയ്ക്കും ദീപയ്ക്കും ശരിക്കും ചിരി വന്നു. ആ, ഉണ്ടാക്ക്, ഞങ്ങൾ എന്തായാലും കഴിക്കാൻ റെഡിയാകുമ്പോൾ വരാം, അല്ലേ അമ്മ? അതെ അതെ, ഞങ്ങൾ ആ സമയമാകുമ്പോൾ വിളിച്ചാൽ മതി, അപ്പം തന്നെ വന്ന് കഴിച്ചോളാം. അപ്പം തന്നെ പറഞ്ഞോളാം എങ്ങനെയുണ്ടെന്ന്. പറ്റിയില്ലേ നമുക്ക് ഓർഡർ ചെയ്യണ്ടേ, അല്ലേ ദീപേ? ആ, മിക്കവാറും ഓർഡർ ചെയ്യേണ്ടി വരും, അല്ലേ അമ്മ? ദീപ അമ്മയോട് ചോദിച്ചു. ആ, നോക്കട്ടെ മകൾക്ക് ഭക്ഷണമൊക്കെ ഉണ്ടാക്കാൻ അറിയുമോന്ന്. ഓ, നിങ്ങളൊന്ന് പോയി തരാവോ, ഞാൻ ഉണ്ടാക്കിക്കോളാം. മീനുവിന് ശരിക്കും ദേഷ്യം വന്നു. ഈ കളിയാക്കളി എത്ര കാലം ഞാൻ സഹിക്കണം. ഓ, ഈ അമ്മ എന്നിങ്ങനെ പറഞ്ഞു പറഞ്ഞു കൊല്ലും. ഉണ്ടാക്കാനുള്ള സന്തോഷം പോയി കിട്ടി. ഈ അമ്മയ്ക്ക് ഇതെന്തിൻ്റെ കേടാ. അവൾ പെറുപെറുത്തു. അവൾ ഭക്ഷണങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി. എല്ലാം തനിച്ചുണ്ടാക്കണമെന്നുള്ളത് അവളുടെ വാശിയായിരുന്നു. രാത്രി 8 മണി. ഏകദേശം മീനുവിൻ്റെ പാചകം അവസാനിച്ചു. അമ്മയും ദീപയും അടുക്കളയിലെത്തി. നല്ല മണം വരുന്നുണ്ട് മീനു, ദീപ അടുക്കളയിലെത്തിയ ഉടൻ പറഞ്ഞു. അത് പിന്നെ ഞാൻ ഉണ്ടാക്കുമ്പോൾ അങ്ങനെയാ. ഇവിടെ ചിലർ പറയുന്ന പോലെ വായിൽ കൊള്ളാത്തതൊന്നും ഞാൻ ഉണ്ടാക്കാറില്ല എന്നവൾ മറുപടി പറഞ്ഞു. അല്ല, നീ ഇതെന്താ ഒരുപാട് ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. അടുക്കളയിൽ മീനുണ്ടാക്കിയ വിഭവങ്ങൾ കണ്ട് അമ്മ ചോദിച്ചു. എന്തിനാ നീ ഇത്രയൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്? ഇതിലെല്ലാം ഉണ്ടല്ലോ. അമ്മ ഒരൽപ്പം സംശയത്തോടെ മീനുവിനോട് ചോദിച്ചു. അത് ഞാനാദ്യമായിട്ട് ഉണ്ടാക്കല്ലേ, അപ്പം പിന്നെ എല്ലാം വിചാരിച്ചു, അത്രേ ഉള്ളൂ. മറുപടിയൊന്നും പറയാൻ കിട്ടാതെ അവൾ പറഞ്ഞൊപ്പിച്ചു. നോക്ക് ദീപേ, ഇതിനകത്ത് എല്ലാം ഉണ്ട്. എല്ലാം ഒരുമിച്ച് ഇപ്പം കഴിക്കുമോ? അവൻ അല്ലെങ്കിൽ തന്നെ വളരെ കുറച്ചാ ഭക്ഷണം കഴിക്കാറുള്ളൂ. അതിനിടയ്ക്ക് ഇത്രയൊക്കെ വിഭവങ്ങൾ ഉണ്ടാക്കിയാൽ അവൻ തീരെ കഴിക്കില്ല. അല്ലെങ്കിൽ തന്നെ അവൻ ഞാനുണ്ടാക്കുമ്പോൾ തന്നെ പറയും, കറി എപ്പോഴും ഒന്ന് മതി അമ്മേന്ന്. അങ്ങനെയുള്ളവൻ ഇത്രയൊക്കെ കഴിക്കുമോ? അമ്മ മീനുവിനോടായി ചോദിച്ചു. ഇതിപ്പോൾ നോക്ക് ദീപേ, ഇറച്ചിയും മീനും ബീഫും മുട്ടയും ചിക്കനും എന്തൊക്കെയാ ഇവൾ ഉണ്ടാക്കിയിരിക്കുന്നത്. പോട്ടെ അമ്മ, അവൾ ആദ്യമായിട്ട് ഭർത്താവിന് വേണ്ടി ഉണ്ടാക്കിയതല്ലേ, അത് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അവളുടെ ഒരു സന്തോഷമല്ലേ, അവൻ കഴിച്ചില്ലെങ്കിൽ നമുക്ക് കഴിക്കാം, അത്രേ ഉള്ളൂ. നീ ധൈര്യമായിട്ടിരിക്കും മീനു, ഞാൻ കഴിക്കും, നീ പേടിക്കണ്ട. കഴിക്കാൻ പറ്റുന്നതാണെങ്കിൽ മാത്രം, ഓക്കെ? ദീപ അതുകൂടി കൂട്ടിച്ചേർത്തു. മീനു അതിന് മറുപടി ഒന്നും പറഞ്ഞില്ല. ദീപേച്ചി, കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കാൻ നോക്ക്, ഞാൻ എന്തായാലും കുളിച്ചൊന്ന് ഫ്രഷ് ആയിട്ട് വരാം. ഇതും പറഞ്ഞ് മീനു മുകളിലേക്ക് കയറി ചെന്നു. ആയിക്കോട്ടെ അമ്മ, ഇവള് കലക്കിയല്ലോ, നമ്മൾ വിചാരിച്ച പോലൊന്നും അല്ല. ഇവക്ക് ഇത്രയ്ക്ക് ഫുഡ് ഉണ്ടാക്കാൻ അറിയായിരുന്നോ? എനിക്കും അറിയില്ല. ഡിവോഴ്സ് ആയതിനു ശേഷം അവൾ അടുക്കള കണ്ടിട്ടില്ല, അതെനിക്കറിയാം. അടുക്കളയെന്ന് പറയുന്നത് തീരെ ഇഷ്ടമില്ലാത്ത എന്ന രീതിയിലായിരുന്നു അവളുടെ പെരുമാറ്റം. എങ്കിലും കൊള്ളാമേ, നല്ല മണമുണ്ട്, ഞാൻ ഇതൊന്ന് ടേസ്റ്റ് ചെയ്യട്ടെ. നീ എന്തായാലും അവൾ പറഞ്ഞതുപോലെ നീ കുട്ടികൾക്ക് കൊടുക്കാൻ നോക്ക്. അവരിപ്പോൾ ജീവനത് കഴിക്കാൻ നിൽക്കുമോ? അതാ സംശയം. എന്നാലും നോക്കാം, ഇപ്പം ചെയ്യത്തുമല്ലോ, ഒരുമിച്ച് തന്നെ കഴിക്കാം. മീനു കുളിച്ചൊരുങ്ങി. നന്നായിരുന്നു അവളുടെ ഒരുക്കം. ഏതൊരാണിനെയും ആകർഷിപ്പിക്കുന്ന വിധത്തിലായിരുന്നു അവളുടെ ഒരുക്കം. അത്രയ്ക്ക് നന്നായി അവൾ ഒരുങ്ങി വന്നു. മീനുവിനെ കണ്ടയുടൻ ദീപ് ചോദിച്ചു, നീ എവിടെയെങ്കിലും പോവാണോ ഇത്രയും ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട്? അല്ല, പിന്നെ നീ എന്താ ഇങ്ങനെ ഒരുങ്ങിയിരിക്കുന്നേ? ഞാൻ വെറുതെ ഒരുങ്ങിയതാ. ഈ രാത്രിയിൽ വെറുതെ ആരെങ്കിലും ഇങ്ങനെ ഒരുങ്ങുമോ? അതിനവൾ മറുപടിയൊന്നും പറഞ്ഞില്ല. നിനക്ക് മനസ്സിലായില്ലേ ദീപ? അവൾ അവളുടെ ഭർത്താവിനെ കാണിക്കാൻ വേണ്ടി ഒരുങ്ങിയതാ, അല്ലേ മോളെ? അമ്മ വീണ്ടും കളിയാക്കി.
മീനു ഒന്നും പറഞ്ഞില്ല. ആ, എത്ര നാളുണ്ടാവോ, ആരെ കാണിക്കാനാണെന്നൊക്കെ കണ്ടറിയാം. അമ്മ ചിരിച്ചു. ഓ, നീ ജയ്യെ കാണിക്കാൻ വേണ്ടി ഒരുങ്ങിയതാ. എന്നാലും ഇത്രയ്ക്കൊന്നും വേണ്ടായിരുന്നു. ഇതെന്തോ ഫംഗ്ഷന് വേണ്ടി ഒരുങ്ങിയത് പോലെയുണ്ട്. കണ്ടാൽ തന്നെ അവന് പേടിയാവും. ദീപ ചിരിച്ചു. ദീപേച്ചി, ഞാൻ ചുമ്മാ തമാശ പറഞ്ഞതല്ലേടി, നന്നായിട്ടുണ്ട്. അവനെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇത്ര ഒരുങ്ങേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല. ദീപ വീണ്ടും പറഞ്ഞു. അല്ല, ഇവരെന്തെവിടെ പോയി? എത്തേണ്ട സമയമായല്ലോ. അമ്മ ചോദിച്ചു. 9 മണിയായില്ലേ? ആ, 9 മണിയായി. ഇവരെന്തെവിടെ പോയി? ഒന്ന് വിളിച്ചു നോക്കിയേ. എപ്പോഴും ഈ സമയത്താണോ വരാറ്? മീനു അല്പം ശബ്ദം താഴ്ത്തി അമ്മയോട് ചോദിച്ചു. അതെ അതെ, 8, 9 അതിനുള്ള എന്തായാലും അവനെത്തും. കൂടുതലും 9 മണി ആവാറില്ല. അല്ല ദീപേ? ആ, അതെ. പിന്നെ ഭാര്യയ്ക്ക് അറിയില്ലല്ലോ ഭർത്താവ് എപ്പോഴാ വീട്ടിലെത്തുന്നേന്ന്, അല്ലേ മോളെ? അമ്മ വീണ്ടും മീനുവിനെ കളിയാക്കി. അവൾ അതിന് മറുപടിയൊന്നും പറഞ്ഞില്ല. ആ കാത്തിരിപ്പ് തുടങ്ങി. ജയ്ക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പ്. 10 മണി കഴിഞ്ഞിട്ടും ജയ് വീട്ടിലെത്തിയില്ല. എന്നാലും നീ ഒന്ന് വിളിക്കും മീനു, ഇത്രയും ലേറ്റ് ആവാറില്ല അവൻ. ദീപേച്ചി നിർബന്ധിച്ചപ്പോൾ അവനെ വിളിക്കാൻ മീനു ഫോൺ എടുത്തു. ഫോൺ ബെല്ലടിച്ചിട്ടും അവൻ ഫോൺ എടുത്തില്ല. ചിലപ്പോൾ വല്ല ഡ്രൈവിങ്ങിലായിരിക്കും, അതായിരിക്കും ഫോൺ എടുക്കാത്തത്. ഇതും പറഞ്ഞു നിന്നിടത്തേക്ക് മീനുവിനെ തേടി ജയ് എത്തി. അപ്പോഴേക്കും അർജുനും. രണ്ടുപേരും ഒരുമിച്ചെത്തിയല്ലോ. അളയാ, നീ ഇന്ന് ലേറ്റായോ? എന്തു പറ്റിയടാ? ജയ്യെ കണ്ടയുടൻ അർജുൻ ചോദിച്ചു. അത് ചെറിയൊരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു കേട്ടാ, അത് കഴിഞ്ഞ് വരുമ്പോൾ ലേറ്റായതാ. ലേറ്റായത് ഫംഗ്ഷൻ ഉണ്ടായതുകൊണ്ടാണോ? അതെ, ഒരു ബർത്ത്ഡേ ഫംഗ്ഷൻ ഫ്രണ്ടിൻ്റെ. ഓ അങ്ങനെ. വാ, ഞങ്ങൾ എന്തായാലും കാത്തിരുന്നു മടുത്തു, ഇത്രയും സമയമായിട്ട് നിന്നെ കാണാതിരുന്നപ്പോൾ. ആണോ? ഇതും പറഞ്ഞ് അവരെല്ലാവരും ഒരുമിച്ച് വീട്ടിൽ കയറി. അത്രയോളം ഒരുങ്ങി നിന്ന മീനുവിനെ ജയ് ഒന്ന് ശ്രദ്ധിക്കുക പോലും ചെയ്തില്ല. അങ്ങനെയൊരാൾ അവിടെ ഉണ്ടെന്ന് പോലും ജയ് ശ്രദ്ധിച്ചില്ല എന്നതാണ് സത്യം. മീനുവിൻ്റെ ശ്രദ്ധിക്കാതെ തന്നെ അവൻ കടന്നുപോയി. അർജുനോടും അമ്മയോടും വിശേഷങ്ങൾ പറഞ്ഞും ചോദിച്ചും ജയ് വീട്ടിൽ കയറി. ഒരുങ്ങി കാത്തിരിക്കുന്ന മീനുവിനെ അവൻ ശ്രദ്ധിച്ചതേയില്ല. മീനുവിനെ ശരിക്കും അവൻ കണ്ടില്ല എന്ന് തന്നെ പറയാം. അവരോട് സംസാരിച്ചുകൊണ്ടാണ് അവൻ വീട്ടിൽ കയറിയത്. മീനുവിന് അത് ശരിക്കും ദേഷ്യമുണ്ടാക്കി. ഇവനെന്താ എന്നെ കണ്ടിട്ട് ഒരു കണ്ട ഭാവം പോലുമില്ല, ഞാൻ ഇത്രയൊക്കെ ഒരുങ്ങി നിന്നിട്ട്. ഇവൻ എൻ്റെ ഭർത്താവ് തന്നെയല്ലേ? മീനുവിന് ശരിക്കും ദേഷ്യം വന്നു. മീനു ഒരുക്കി വെച്ചിരിക്കുന്ന ഭക്ഷണം ജയ് കഴിക്കുമോ? ജയ്ക്കത് ഇഷ്ടപ്പെടുമോ? എന്തായിരിക്കും ജയ് മീനുവിന് നൽകാൻ പോകുന്ന മറുപടി? അടുത്ത ഭാഗത്തിനായി കാത്തിരിക്കുക, ഉടൻ വരും. ഈ കഥ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത ഭാഗം ഉടൻ.